പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോട് കൂടെ. സ്നേഹനിറഞ്ഞവരെ, വിശുദ്ധ കുരിശിന്റെ പ്രത്യേക സംരക്ഷണം പ്രാർത്ഥിക്കുന്ന ഈ ബലിയിൽ കൃതജ്ഞത അർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഡോക്ടർ ജൂഡ് തദ്ദേശയുടെ പ്രത്യേക നിയോഗം സമർപ്പിക്കുന്ന വാഴപ്പള്ളി മാനുവലിന്റെ പ്രത്യേക നിയോഗവും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. നമുക്കും നമ്മുടെ പ്രത്യേക നിയോഗങ്ങൾ വിശുദ്ധ കുരിശിന്റെ സംരക്ഷണയിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഇന്ന് മാതാവിന്റെ തിരുസ്വരൂപ പ്രയാണം നടന്ന ആറാം കുടുംബ യൂണിറ്റിനെ പ്രത്യേകമായിട്ട് ഈ ബലിയിൽ സമർപ്പിച്ചുകൊണ്ട് എല്ലാ കുടുംബങ്ങൾക്ക് വേണ്ടിയും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ വായിച്ച് കേൾക്കുന്നത്, ശക്തൻ ആയുധധാരിയായി കൊട്ടാരത്തിന് കാവൽ നിൽക്കുമ്പോൾ അവന്റെ വസ്തുക്കൾ കവർച്ച ചെയ്യാൻ ആർക്കും ശക്തരാകുമ്പോൾ പൈശാചികതയ്ക്ക് ഒരിക്കലും നമ്മളെ കൈവശപ്പെടുത്താൻ സാധിക്കില്ല എന്നാണ് വചനം നമ്മളെ സൂചിപ്പിക്കുക. പ്രാർത്ഥനയിൽ നമ്മൾ കൂടുതൽ ശക്തരാകുമ്പോൾ, ദൈവിക കാര്യങ്ങളിൽ കൂടുതൽ ശക്തരാകുമ്പോൾ നമ്മളറിയാതെ പൈശാചികതകൾ നമ്മളിൽ നിന്ന് വിട്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് സുവിശേഷം നമ്മളോട് ആവശ്യപ്പെടുക, കൂടുതൽ പ്രാർത്ഥിക്കുന്നവരാകുക, കൂടുതൽ ആധ്യാത്മിക ചൈതന്യമുള്ളവരായിട്ട് മാറുക, കൂടുതൽ ദൈവിക കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നവരായിട്ട് മാറുക. പൈശാചികതകൾ നിന്നിൽ നിന്ന് വിട്ടുപോകും. ഈശോ പിശാചിനെ പുറത്താക്കുമ്പോൾ ഇത് തന്നെയാണ് നമ്മളോട് പറഞ്ഞു വയ്ക്കുക. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ ദൈവിക കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നവരായിട്ട് മാറാനുള്ള കൃപയ്ക്ക് വേണ്ടി ഈ ബലി അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമുക്ക് കരങ്ങൾ കൂപ്പാം. ഇന്ന് വിശുദ്ധ കുരിശിൻ്റെ വലിയ സംരക്ഷണം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിശുദ്ധമായ ബലിയിലും നൊവേനയിലും ആരാധനയിലും പങ്കെടുക്കുമ്പോൾ ചില നിയോഗങ്ങൾ നമുക്ക് സമർപ്പിക്കാനുണ്ട്. ആ പ്രത്യേക നിയോഗങ്ങളെ ഒരു നിമിഷം കരങ്ങൾ കൂപ്പി ഓർത്തുകൊണ്ട് ഈ ബലിപീഠത്തിലേക്ക് ചേർത്ത് വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളാരും ഈ ബലി അർപ്പിക്കാൻ യോഗ്യരല്ല. നമ്മുടെ അയോഗ്യതകൾ എല്ലാം ഏറ്റുപറഞ്ഞ് ഈ ബലിക്കായി നമ്മളെ ഒരുക്കാം. സർവശക്തനായ ദൈവത്തോടും ഞാൻ ഏറ്റുപറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്റെ പിഴ വലിയ പിഴ. അമ്മയാൽ വിധികനിയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യ ജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. Cristo,
മാനവരാശിയെ രക്ഷിക്കുന്നതിന് വേണ്ടി അങ്ങയുടെ ഏകജാതൻ കുരിശിൽ സഹിക്കണമെന്ന് അങ്ങ് തിരുവുള്ളമായല്ലോ. ഭൂമിയിൽ അവിടുത്തെ രഹസ്യം ഗ്രഹിക്കുന്ന ഞങ്ങളെ സ്വർഗത്തിൽ അവിടുത്തെ പരിത്രാണത്തിന്റെ ഫലം കൈവരിക്കുവാൻ അർഹരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയോട് കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ഒന്നാം വായന. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്. സഹോദരരെ, വിശ്വാസമുള്ളവരാണ് അബ്രാഹത്തിന്റെ മക്കളെന്ന് നിങ്ങൾ മനസ്സിലാക്കണം.
ജനങ്ങളെല്ലാം അനുഗ്രഹിക്കണമെന്ന സദ്വാർത്ത നേരത്തെ തന്നെ അബ്രാഹത്തെ അറിയിച്ചിട്ടാണ്. മനുഷ്യത്തിൽ ആശ്രയമർപ്പിക്കുന്ന എല്ലാവരും ശാപത്തിന് വിധേയരാണ്. എന്തെന്നാൽ ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു: നിയമഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നതെല്ലാം അനുസരിക്കാതെയും പ്രവർത്തിക്കാതെയും ഇരിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാണ്. ഒരുവനും ദൈവസന്നിധിയിൽ നിയമം വഴി നീതീകരിക്കപ്പെടുന്നില്ല എന്ന് വ്യക്തമാണ്. എന്തെന്നാൽ നീതിമാൻ വിശ്വാസം വഴിയാണ് ജീവിക്കുക. നിയമത്തിൻ്റെ അടിസ്ഥാനം വിശ്വാസമല്ല, എന്തെന്നാൽ അവ അനുഷ്ഠിക്കുന്നവ അവൻ വഴി ജീവിക്കും. ക്രിസ്തു നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നതുകൊണ്ടാണ് നിയമത്തിൻ്റെ ശാപത്തിൽ നിന്ന് നമ്മെ രക്ഷിച്ചു. എന്തെന്നാൽ മരത്തിൽ തൂക്കപ്പെട്ടവനാണ് ശപിക്കപ്പെട്ടവനാണെന്ന് എഴുതിയിരിക്കുന്നു. അബ്രാഹത്തിന് ലഭിച്ച അനുഗ്രഹം യേശുക്രിസ്തു വഴി വിജാതിരിയിലേക്കും വ്യാപിക്കപ്പെടേണ്ടതിന് ആത്മാവിൻ്റെ വാഗ്ദാനം വിശ്വാസം വഴി നമ്മൾ പ്രാപിക്കേണ്ടതിനുമാണ് ഇപ്രകാരം സംഭവിച്ചത്. കർത്താവിൻ്റെ വചനം. പ്രതിവചന സങ്കീർത്തനം. കർത്താവ് തൻ്റെ ഉടമ്പടിയെ എപ്പോഴും അനുസ്മരിക്കുന്നു. കർത്താവ് തൻ്റെ ഉടമ്പടിയെ എപ്പോഴും അനുസ്മരിക്കുന്നു. കർത്താവിനെ സ്തുതിക്കുവിൻ. നീതിമാന്മാരുടെ സംഘത്തിലും സഭയിലും പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ കർത്താവിനെ നന്ദി പറയും. കർത്താവിൻ്റെ പ്രവൃത്തികൾ മഹനീയങ്ങളാണ്. അവയിൽ ആനന്ദിക്കുന്നവർ അവ ആഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് തൻ്റെ ഉടമ്പടിയെ എപ്പോഴും അനുസ്മരിക്കുന്നു. അവിടുത്തെ പ്രവൃത്തി മഹത്വം തേജസ്സുമുറ്റതുമാണ്. അവിടുത്തെ നീതി ശാശ്വതമാണ്. തൻ്റെ അത്ഭുത പ്രവൃത്തികളെ അവിടുന്ന് സ്മരണീയമാക്കി. കർത്താവ് കൃപാലസവും വാത്സല്യവുമാണ്. കർത്താവ് തൻ്റെ ഉടമ്പടിയെ എപ്പോഴും അനുസ്മരിക്കുന്നു. തൻ്റെ ഭക്തർക്ക് അവിടുന്ന് ആഹാരം നൽകുന്നു. അവിടുന്ന് തൻ്റെ ഉടമ്പടിയെ എപ്പോഴും അനുസ്മരിക്കുന്നു. ജനതകളുടെ അവകാശത്തെ തൻ്റെ ജനത്തിന് നൽകിക്കൊണ്ട് തൻ്റെ പ്രവൃത്തികൾ ശക്തി അവർക്ക് വെളിപ്പെടുത്തി. കർത്താവ് തൻ്റെ ഉടമ്പടിയെ എപ്പോഴും അനുസ്മരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് അരുളി ചെയ്യുന്നു: ഇപ്പോൾ ലോകത്തിൻ്റെ അധികാരി പുറന്തള്ളപ്പെടും. ഞാൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ എല്ലാ മനുഷ്യരെയും എന്നിലേക്ക് ആകർഷിക്കും. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോട് കൂടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. അക്കാലത്ത് യേശു ഊമനായ ഒരു പിശാചിനെ ബഹിഷ്കരിക്കുകയായിരുന്നു. ജനങ്ങൾ അത്ഭുതപ്പെട്ടു. അവരിൽ ചിലർ പറഞ്ഞു, അവൻ പിശാചുക്കളുടെ തലവനായ ബേൽസബൂലിനെ കൊണ്ടാണ് പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നത്. വേറെ ചിലർ അവനെ പരീക്ഷിക്കുവാൻ സ്വർഗത്തിൽ നിന്ന് ഒരടയാളം ആവശ്യപ്പെട്ടു. അവരുടെ വിചാരങ്ങൾ അറിഞ്ഞുകൊണ്ട് അവൻ പറഞ്ഞു, അന്തഃഛിദ്രമുള്ള രാജ്യം നശിച്ചു പോകും, അന്തഃഛിദ്രമുള്ള ഭവനവും വീണുപോകും. സാത്താൻ തനിക്ക് തന്നെ എതിരായി ഭിന്നിച്ചാൽ അവൻ്റെ രാജ്യം എങ്ങനെ നിലനിൽക്കും? ഞാൻ ബേൽസബൂലിനെ കൊണ്ട് പിശാചുക്കളെ പുറത്താക്കുന്നു എന്ന് നിങ്ങൾ പറയുന്നു. ബേൽസബൂലിനെ കൊണ്ടാണ് ഞാൻ പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ പുത്രന്മാർ ആരെ കൊണ്ടാണ് അവയെ ബഹിഷ്കരിക്കുന്നത്? അതുകൊണ്ട് അവർ നിങ്ങളുടെ വിധികർത്താക്കളായിരിക്കും. എന്നാൽ ദൈവകരം കൊണ്ടാണ് ഞാൻ പിശാചുക്കളെ പുറത്താക്കുന്നതെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു. ശക്തൻ ആയുധധാരിയായി തൻ്റെ കൊട്ടാരത്തിന് കാവൽ നിൽക്കുമ്പോൾ അവൻ്റെ വസ്തുക്കൾ സുരക്ഷിതമാണ്. എന്നാൽ കൂടുതൽ ശക്തനായ ഒരുവൻ അവൻ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയാൽ അവൻ ആശ്രയിച്ചിരുന്ന ആയുധങ്ങൾ മറ്റവൻ അപഹരിക്കുകയും കൊള്ള മുതൽ ഭാഗിച്ചെടുക്കുകയും ചെയ്യും. എന്നോട് കൂടെയല്ലാത്തവൻ എനിക്കെതിരാണ്.
എന്നോട് കൂടെ ശേഖരിക്കാത്തവൻ ചിതറിച്ചു കളയുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സർവശക്തനായ ദൈവമേ, വിശുദ്ധ കുരിശിന്റെ അൾത്താരയിൽ സർവ്വലോകത്തിന്റെയും പാപങ്ങൾ നീക്കുന്ന ഈ കാഴ്ചയർപ്പണം ഞങ്ങളെല്ലാ തിന്മകളിൽ നിന്ന് ശുദ്ധീകരിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോട് കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ,
എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. മരണം ഉദയം ചെയ്തെടുത്ത് ജീവൻ ഉദ്ധാനം ചെയ്യുവാൻ കുരിശുമരത്തിൽ മാനവരാശിയുടെ രക്ഷ അങ്ങ് സംസ്ഥാപിച്ചു. മരത്തിൽ വിജയിച്ചവനെ നമ്മുടെ കർത്താവായ ക്രിസ്തു വഴി മരത്താൽ തന്നെ കീഴ്പ്പെടുത്തുകയും ചെയ്തു. അവിടുന്ന് വഴി മാലാഖമാർ അങ്ങേ പ്രാപവും വാഴ്ത്തുകയും അധീശന്മാർ ആരാധിക്കുകയും ആധികാരികന്മാർ ഭയഭക്തിപൂർവം നിലകൊള്ളുകയും ചെയ്യുന്നു. സ്വർഗവും സ്വർഗീയ ശാക്തികന്മാരും ധന്യരായ സറാഫുകളും ആഹ്ലാദഭരിതരായി ഒന്നു ചേർന്ന് ആഘോഷിക്കുന്നു. അവരോടൊത്ത് ഞങ്ങളുടെ സ്വരവും ചേരുവാൻ അനുവദിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളും ഒന്ന് ചേർന്ന് ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങൾക്കും കർത്താവാം ദൈവം പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ നിരുപമനങ്ങി മഹിമകളാൽ നിറഞ്ഞു വിണ്ടലും ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന കർത്താവിൻ തിരുനാമത്തിൽ മനോഹരം ഗംഭീരമാ ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന 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 അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായിവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റുകൊടുക്കപ്പെട്ട് സ്വമനസാല പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. ആരാധന ആരാധന ആയിരം ആരാധന. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങയ്ക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു.
ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങ് തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങ് പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ ജോസഫ് മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങ് മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാ മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങൾ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോട് കൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ വാഴണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് രക്ഷിക്കണമേ. കർത്താവ്, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങ് കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്നങ്ങ് അപ്പോസ്തലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങ് സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങ് തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിലേ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇത് ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല,
ഒരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. നാഥാവരേണമേ, എന്നിൽ നിറയണമേ. നാഥാവരേണമേ, എന്നിൽ നിറയണമേ. നാഥാവരേണമേ, എന്നിൽ നിറയണമേ. നാഥാവരേണമേ, എന്നിൽ നിറയണമേ. സ്നേഹമേ, കാരുണ്യമേ, തിരുവത്താഴ മേശയിലെ സമ്മാനമേ, സ്നേഹമേ, കാരുണ്യമേ, ആരാധന പാടാം ആരാധനാർപ്പണം ജീവന്റെ തിരുഭോജിമേ. ആരാധന പാടാം ആരാധനാർപ്പണം ജീവന്റെ തിരുഭോജിമേ. അപ്പമായി തീർന്നവനേ, എന്റെ സ്നേഹിതനാകുന്ന സ്നേഹമേ, ആരാധന നിനക്കാരാധന. സ്നേഹമേ, വൈദികർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. നിത്യപുരോഹിതനായ പുരോഹിതനായ ഈശോയെ, ഈശോയെ, അങ്ങേ അങ്ങേ പൗരോഹിത്യത്തിൽ പങ്കുപറ്റുന്ന അവിടുത്തെ അഭിഷിക്തരായ വൈദികരെ ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. അവരുടെ വിശദീകരണത്തിനും സുവിശേഷാധിഷ്ഠിത ജീവിതത്തിനും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവർക്ക് യാതൊരു ആപത്തും കൂടാതെ അങ്ങേ തിരുഹൃദയത്തിൽ അഭയം നൽകണമേ. അങ്ങേ പരിശുദ്ധമായ തിരുശരീരം ദിവസം തോറും സംവഹിക്കുന്ന അവരുടെ അഭിഷിക്ത കരങ്ങൾ മലിനമാകാതെ കാക്കണമേ. അങ്ങേ വിലയേറിയ
തിരുരക്തത്താൽ നനയുന്ന അവരുടെ നാവുകൾ നിർമ്മലമായി കാത്തുകൊള്ളണമേ. അങ്ങേ ശ്രേഷ്ഠമായ പൗരോഹിത്യത്തിന്റെ മഹനീയ മുദ്ര പതിച്ചിരിക്കുന്ന അവരുടെ ഹൃദയങ്ങൾ ലോകവസ്തുക്കളിൽ നിന്ന് അകറ്റുകയും വിശുദ്ധമായി കാത്തുകൊള്ളുകയും ചെയ്യണമേ. അങ്ങേ ദിവ്യസ്നേഹം അവരെ ലോകതന്ത്രങ്ങളിൽ നിന്ന് സംരക്ഷിക്കട്ടെ. അങ്ങയോടുള്ള വിശ്വസ്തതയിൽ എന്നും ജീവിക്കുവാൻ അങ്ങയുടെ അനുഗ്രഹം സമൃദ്ധമായി അവർക്ക് ലഭിക്കുമാറാകട്ടെ. അവരുടെ പ്രയത്നങ്ങൾ ഫലസമൃദ്ധങ്ങളായി ഭവിക്കട്ടെ. അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർക്ക് ഇഹത്തിൽ ആനന്ദവും ആശ്വാസവും പരത്തിൽ നിത്യസൗഭാഗ്യവും അനുഭവിക്കാൻ ഇടവരട്ടെ. ലോകരക്ഷകനായ ഈശോയെ, അങ്ങേ പുരോഹിതരെയും വൈദിക ശുശ്രൂഷകരെയും അങ്ങേ അമൂല്യമായ തിരുരക്തം പൂശി എപ്പോഴും വിശദീകരിക്കുകയും കാത്തുകൊള്ളുകയും ചെയ്യണമേ. ആമേൻ. വൈദികരജ്ഞ പരിശുദ്ധ മറിയമേ, വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, അങ്ങ് ദിവ്യവിരുന്നാൽ പരിപോഷിതരായി ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ജീവദായകമായ കുരിശു മരം വഴി അങ്ങ് വീണ്ടെടുത്ത ഞങ്ങളെ ഉയർപ്പിന്റെ മഹിമയിലേക്ക് ആനയിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം വിശുദ്ധ കുരിശു വഴി നിങ്ങളെ അനുഗ്രഹിക്കുകയും നിങ്ങളെ കാത്തു രക്ഷിക്കുകയും ചെയ്യുമാറാകട്ടെ. അവിടുന്ന് തന്റെ മുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിക്കുകയും നിങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യുമാറാകട്ടെ. അവിടുന്ന് തന്റെ വചനം നിങ്ങളുടെ നേർക്ക് തിരിക്കുകയും നിങ്ങൾക്ക് തന്റെ സമാധാനം നൽകുകയും ചെയ്യുമാറാകട്ടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പോകുവിൻ. ദിവ്യ പൂജ സമാപിച്ചു. ഫാത്തിമ ജപം നമുക്ക് ഒരുമിച്ച് ഏറ്റുചൊല്ലാം. ഓ എൻ്റെ ഈശോയെ, എന്റെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നിയിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകം അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. ഓ എൻ്റെ ഈശോയെ, എന്റെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നിയിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകം അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെ സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. എന്റെ ഈശോയെ, എന്റെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നിയിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകം അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെ സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. ഓ എന്റെ ഈശോയെ, എന്റെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നിയിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകം അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെ സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. ഓ എന്റെ ഈശോയെ, എന്റെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നിയിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകം അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെ സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. വിശുദ്ധ കുരിശിന്റെ നൊവേനയ്ക്ക് തുടക്കമായുള്ള പ്രവേശന ഗാനം നമുക്ക് ഒരുമിച്ച് ആലപിക്കാം.
സ്വർഗത്തിൽ നിന്നും ഇറങ്ങിയിടണമേ. ആശ്വാസമേകും കുരിശിൻ ചുവട്ടി ആത്മീയ ശക്തിയാൽ വന്നിടണേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ കുരിശിന്റെ പ്രാർത്ഥന നമുക്ക് ഒരുമിച്ച് ഏറ്റുചൊല്ലാം. രക്ഷയുടെ അടയാളമായ വിശുദ്ധ കുരിശ് എന്നെയും എന്റെ കുടുംബത്തെയും എന്റെ കുടുംബാംഗങ്ങളെയും എന്റെ സമൂഹത്തെയും എന്റെ നാടിനെയും അങ്ങ് തിരുമുൻപിൽ ഞാൻ സമർപ്പിക്കുന്നു. പൈശാചിക ബന്ധനത്തിൽ നിന്നും അതിന്റെ ശക്തിയിൽ നിന്നും എനിക്ക് മോചനം നൽകണമേ. ജോലിയിലും അധ്വാനത്തിലും കഴിയുന്ന എല്ലാവർക്കും വിജയം നൽകണമേ. പെട്ടെന്നുണ്ടാകുന്ന അപകടങ്ങൾ, ദുർമരണങ്ങൾ, പ്രകൃതിക്ഷോഭങ്ങൾ, രോഗങ്ങൾ ഇവയിൽ നിന്നും സംരക്ഷണം നൽകണമേ. വിശുദ്ധ കുരിശിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെയും നിയോഗങ്ങൾ സാധിച്ചു നൽകണമേ. ആമേൻ. കുരിശാണ് രക്ഷ, കുരിശിലാണ് വിജയം, കുരിശിലാണ് മഹത്വം. കുരിശാണ് രക്ഷ, കുരിശിലാണ് വിജയം, കുരിശിലാണ് മഹത്വം. കുരിശാണ് രക്ഷ, കുരിശിലാണ് വിജയം, കുരിശിലാണ് മഹത്വം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളുടെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, സ്ത്രീകൾ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു. അങ്ങയുടെ ഫലമായി യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. രക്ഷകനായ ഈശോയെ, അങ്ങ് മാനവ പരിത്രാണത്തിനായി കുരിശാകുന്ന ത്യാഗവേദിയിൽ തന്നെ പരമയാഗമായി അർപ്പിച്ചുവല്ലോ. ജീവദായകമായ അങ്ങയുടെ കുരിശു മരണം വഴി ഞങ്ങളെ ജീവന്റെയും പുനരുത്ഥാനത്തിന്റെയും മഹിമയിലേക്ക് ആനയിക്കണമേ. കുരിശിലൂടെയാണ് രക്ഷയെന്ന മഹാരഹസ്യം നിത്യമനുസ്മരിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ എളിയ പ്രാർത്ഥനകൾ നിത്യം ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ആമേൻ. സമർപ്പണ പ്രാർത്ഥന നമ്മുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും ഓർത്ത് ഉച്ചത്തിൽ നമുക്ക് ഏറ്റുചൊല്ലാം. മനുഷ്യകുലത്തിന്റെ എണ്ണമറ്റ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുവാൻ കുരിശും വഹിച്ച് കാൽവരി കയറിയ യേശുനാഥ, അങ്ങയുടെ കുരിശു മരണം വഴി വേദനയുടെ വിലയും സഹനത്തിന്റെ മൂല്യവും രക്ഷയുടെ വഴിയും അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചുവല്ലോ. ക്രൂശിതനായ ഈശോയെ മരണത്തിന്റെ മുൻപിൽ ധീരതയോടെ സഹിക്കുവാൻ അങ്ങയെ പ്രേരിപ്പിച്ചത് പിതാവായ ദൈവത്തോടുള്ള അതിരറ്റ സ്നേഹവും മനുഷ്യകുലത്തോട്
ഞങ്ങളോടുള്ള അനന്തമായ കാരുണ്യവുമാണല്ലോ. രക്ഷകനായ ഈശോയെ കുരിശിലെ മരണത്തിലൂടെ അങ്ങനുഭവിച്ച അപമാനവും പരിഹാസവും വേദനയും ദുഃഖവും ഞാൻ മനസ്സിലാക്കുന്നു. വിശുദ്ധ കുരിശിലേക്ക് നോക്കുമ്പോൾ അങ്ങയുടെ കാരുണ്യവും ക്ഷമിക്കുന്ന സ്നേഹവും അനുഭവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സ്നേഹസ്വരൂപനായ ഈശോയെ ഏകാന്തതയുടെയും പരിത്യക്തതയുടെയും രോഗങ്ങളുടെയും നിന്നപമാനങ്ങളുടെയും ദാരിദ്ര്യത്തിന്റെയും നീണ്ട നാഴികകൾ ഞങ്ങളെ വരിഞ്ഞു മുറുക്കുമ്പോൾ എന്റെ ദൈവമേ, എന്റെ ദൈവമേ, എന്തുകൊണ്ട് അങ്ങനെ ഉപേക്ഷിച്ചു എന്ന അങ്ങയുടെ പ്രാർത്ഥന ഞങ്ങളുടെ കഥനഭാരം കുറയ്ക്കട്ടെ. ഞങ്ങളുടെ കുരിശുകളുടെ ഭാരം ഇല്ലാതാക്കട്ടെ. പിതാവേ, അങ്ങയ്ക്ക് ഇഷ്ടമെങ്കിൽ ഈ പാനപാത്രം കടന്നു പോകട്ടെ. എങ്കിലും എന്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്വന്തം ഇഷ്ടത്തേക്കാൾ പിതാവിന്റെ ഇഷ്ടം നിറവേറുവാൻ ആഗ്രഹിച്ച ഈശോയെ ഞങ്ങളുടെ ജീവിതത്തിലും ദൈവഹിതം നിറവേറുവാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുവാൻ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ പരിത്രാണ കർമ്മത്തിൽ പങ്കുചേരുന്ന ഞങ്ങളെ അവിടുത്തെ സഹനത്തിലും പങ്കുചേരുവാൻ സഹായിക്കണമേ. ഈശോയുടെ വിശുദ്ധ കുരിശിനാൽ മുദ്രവയ്ക്കപ്പെട്ട ഞങ്ങൾ കുരിശിൽ അഭിമാനം കൊള്ളുവാനും കുരിശിനെ ആശ്ലേഷിക്കുവാൻ വരമരുളണമേ. ആമേൻ. കുരിശിന്റെ പുകഴ്ച. ക്രൂശിതനായ ഈശോയെ വിനാശത്തിന്റെ കൊടുങ്കാറ്റിലും അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് സഹായമയച്ച് ഞങ്ങളെ രക്ഷിക്കുമെന്ന് അങ്ങ് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. അങ്ങയുടെ അനന്തമായ പരിപാലനയിൽ ആശ്രയിച്ചുകൊണ്ട് നിന്റെ സ്നേഹത്തിന്റെ ചിറകിൻ കീഴിൽ അഭയം പ്രാപിക്കുന്ന ഞങ്ങൾ അങ്ങേ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. നാശത്തിലേക്കുള്ള വാതിൽ വീതിയുള്ളതും വഴി വിസ്താരമേറിയതുമാണെന്നും ജീവനിലേക്കുള്ള വാതിൽ ഒടുങ്ങിയതും വഴി ഞെരുക്കമുള്ളതുമാണെന്ന് ഞങ്ങളെ പഠിപ്പിച്ച ഈശോയെ, ഞങ്ങളുടെ ജീവിത വഴിത്താരയിൽ ഞങ്ങൾക്ക് സത്യവും ജീവനും പുനരുദ്ധാരവുമായി നിത്യം ജീവിക്കുന്ന അങ്ങയെ ഞങ്ങൾ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. പീഡനങ്ങൾ സഹിക്കുന്ന മനുഷ്യ ഭാഗ്യവാന്മാർ. എന്തുകൊണ്ടെന്നാൽ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന ജീവന്റെ കിരീടം അവർക്ക് നൽകുന്നുവല്ലോ. സ്വർണവും വെള്ളിയും അഗ്നിയിൽ ശുദ്ധീകരിക്കുന്നത് പോലെ ഞങ്ങളെ സഹനത്തിന്റെ തീച്ചൂളയിൽ വിശുദ്ധീകരിക്കുന്ന കർത്താവേ, അങ്ങ് ഞങ്ങൾ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. മോശ മരുഭൂമിയിൽ ഉയർത്തിയ സർപ്പത്തെ പോലെ കാൽവരിയിൽ ഉയർത്തിയ കുരിശിൽ വിശ്വാസത്തോടെ അങ്ങയെ ദർശിച്ച് അങ്ങ് സത്യമായും ദൈവപുത്രനാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഞങ്ങളങ്ങെ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. മാറായിലെ മരുഭൂമിയിൽ പാറ പിളർന്ന് ജനത്തിന് ദാഹജലം നൽകി പരിപാലിച്ച ദൈവമേ, അങ്ങയുടെ പുത്രനായ യേശുവിന്റെ കൂദാശകളുടെ ഉറവിടമായ തിരുവിലാവ് തുറന്ന് ജീവന്റെ രക്തവും ജലവും ഒഴുക്കി ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് ഇന്നും ജീവിക്കുന്ന കർത്താവേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു.
കുരിശിൽ കിടന്ന് മരണവേദന അനുഭവിക്കുമ്പോഴും അങ്ങയുടെ പാർശ്വങ്ങളിൽ ക്രൂശിക്കപ്പെട്ട കള്ളന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അനുദപിച്ച കള്ളനെ പ്രതീക്ഷ വാഗ്ദാനം ചെയ്യുകയും ചെയ്ത ഈശോയെ, ഞങ്ങളെ പശ്ചാത്താപത്തിലേക്കും അനുരഞ്ജനത്തിലേക്കും നിത്യം ക്ഷണിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങയെ ഞങ്ങൾ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. രക്ഷകനായ മിശിഹായെ, കുരിശിലെ അന്ത്യനിമിഷത്തിലും അങ്ങയുടെ തിരുരക്തത്താൽ രക്ഷിക്കപ്പെട്ട ജനം അനാഥരാകാതിരിക്കാൻ വേണ്ടിയുള്ള അന്ത്യമൊഴി ഞങ്ങൾ കേൾക്കുന്നു. ഇതാ നിന്റെ അമ്മ എന്നരുളി സ്വന്തം അമ്മയെ ഈ ലോകത്തിന്റെ മുഴുവൻ അമ്മയായി നൽകിയ അങ്ങയുടെ നിസ്സീമമായ പരിലാളനയോർത്ത് ഞങ്ങൾ അങ്ങേ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. നമുക്ക് എഴുന്നേറ്റ് നിന്ന് വിശുദ്ധ കുരിശിന്റെ സംരക്ഷണം പ്രാർത്ഥിച്ചുകൊണ്ട് ഈരടികൾ ഏറ്റുപാടും. ആശ്വാസം തേടിയെത്തും ആയിരങ്ങൾ ചൊല്ലും യാതനകൾ അന്തോടെ കേൾക്കുന്ന നാഥൻ എൻ ക്രൂശിതനാമേശു നാഥൻ. ഒരു നിമിഷം നമുക്ക് ഇരിക്കാം. വിശുദ്ധ കുരിശിൻ്റെ സംരക്ഷണം പ്രാർത്ഥിച്ച മക്കൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങളിലെ ചിലത് നമുക്ക് വായിച്ച് കേൾക്കാം. വിശുദ്ധ കുരിശിന് 1000 നന്ദി. കുറച്ച് മാസങ്ങൾക്ക് മുൻപ് എൻ്റെ കുടുംബവും എൻ്റെ അങ്കിളിൻ്റെ കുടുംബവും ചെറിയ വഴക്കുണ്ടായി പരസ്പരം മിണ്ടാത്ത ഒരവസ്ഥയായി. എൻ്റെ കുടുംബത്തിന് വേദനിപ്പിക്കുന്ന രീതിയിൽ ധാരാളം കുത്തുവാക്കുകൾ അങ്കിളിൻ്റെ കുടുംബം സംസാരിച്ചു. ഈ ഒരു പ്രശ്നം ഞാൻ വിശുദ്ധ കുരിശിൻ്റെ മുൻപാകെ സമർപ്പിക്കുകയും ശക്തമായി പ്രാർത്ഥിക്കുകയും ചെയ്തു. ഇപ്പോൾ വിശുദ്ധ കുരിശിൻ്റെ മധ്യസ്ഥതയാൽ ഞങ്ങൾ 2 കുടുംബവും തമ്മിൽ യാതൊരു കുഴപ്പവുമില്ല. 2 കുടുംബവും പ്രശ്നങ്ങളെല്ലാം പരസ്പരം പറഞ്ഞ് സംസാരിച്ചു മാറ്റി എല്ലാം മറന്ന് സന്തോഷപൂർവ്വം ഇപ്പോൾ കഴിയുന്നു. ഈ വലിയ അനുഗ്രഹം തന്ന വിശുദ്ധ കുരിശിന് ഞാനും എൻ്റെ കുടുംബവും 1000 നന്ദി അർപ്പിക്കുന്നു എന്ന് എളിയദാസി. വിശുദ്ധ കുരിശിനും പരിശുദ്ധ അമ്മയ്ക്കും 1000 റോസാ പുഷ്പങ്ങൾ. എൻ്റെ അമ്മയ്ക്ക് കഴിഞ്ഞ ആഴ്ചയിൽ വലത് കൈ തളർന്ന് ഒടിയുന്നതായും നല്ല വേദനയുള്ളതായും അനുഭവപ്പെട്ടു.
അമ്മയ്ക്ക് കൈകൊണ്ട് യാതൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ഈ സമയം വിശുദ്ധ കുരിശിനോടും പരിശുദ്ധ അമ്മയോടും നിരന്തരം പ്രാർത്ഥിക്കുകയും കൃതജ്ഞത എഴുതിയിടാമെന്ന് നേർച്ച നേരുകയും ചെയ്തു. വിശുദ്ധ കുരിശിൻ്റെ കാരുണ്യം എന്ന് പറയട്ടെ, അമ്മയ്ക്ക് പിന്നീട് ആ വേദന അനുഭവപ്പെട്ടിട്ടില്ല. ഇത്രയും വലിയ അനുഗ്രഹം നൽകിയ വിശുദ്ധ കുരിശിന് 1000 നന്ദി അർപ്പിക്കുന്നു എന്ന് വിശുദ്ധ കുരിശിൻ്റെ എളിയ മകൾ. നമുക്ക് പ്രാർത്ഥിക്കാം. ഈ മക്കൾക്ക് വിശുദ്ധ കുരിശിൽ നിന്ന് അനുഗ്രഹങ്ങൾ ലഭിച്ചതുപോലെ നമുക്കും വിശുദ്ധ കുരിശിൻ്റെ സംരക്ഷണം ലഭിക്കാൻ വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഇന്ന് വിശുദ്ധ കുരിശിൻ്റെ കുർബാനയും നൊവേനയും ഏറ്റെടുത്ത് നടത്തുന്ന ഡോക്ടർ ജൂഡ് തദേവൂസ് മേരിയെയും വാഴപ്പള്ളി മാനുവലിനെയും അവരുടെ നിയോഗങ്ങളെയും അവരുടെ കുടുംബത്തെയും പ്രത്യേകമായിട്ട് വിശുദ്ധ കുരിശിൻ്റെ സംരക്ഷണയിലേക്ക് ഏൽപ്പിക്കുന്നു. ഏത് നിയോഗത്തിനാണോ ഇവർ ഈ നൊവേന ഏറ്റെടുത്ത് നടത്തുന്നത്, ആ പ്രത്യേക നിയോഗം അവർക്ക് സാധിച്ചു കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമുക്ക് മുട്ടിന്മേൽ നിൽക്കാം. നമ്മുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും സമർപ്പിച്ച് മധ്യസ്ഥ പ്രാർത്ഥനയിൽ നമുക്ക് പങ്കുചേരാം. എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ തന്നെ തന്നെ സ്വയം പരിത്യജിച്ച് തൻ്റെ കുരിശും എടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരട്ടെ എന്നങ്ങയുടെ ആഹ്വാനം സ്വീകരിച്ചുകൊണ്ട് യാത്ര ചെയ്യുന്ന ഞങ്ങളെ ജീവിതത്തിൽ എല്ലാ കുരിശുകളും വഹിക്കാനുള്ള ശക്തി നൽകി അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രോഗികൾക്ക് ആശ്വാസവും അഭയവുമായി എന്നും അവരെ സുഖപ്പെടുത്തുന്ന കർത്താവെ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ ശാരീരികവും മാനസികവും ആത്മീയവുമായ രോഗങ്ങളാൽ വേദനിക്കുന്ന എല്ലാ രോഗികൾക്കും സൗഖ്യം നൽകണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വാർദ്ധക്യ സഹജമായ രോഗത്താലും വ്യതകളാലും കഷ്ടത അനുഭവിക്കുന്ന ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ, മാതാപിതാക്കന്മാർ എന്നിവരെ അങ്ങയുടെ സജീവ സാന്നിധ്യത്താൽ ശക്തിപ്പെടുത്തണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിവാഹപ്രായമായിട്ടും വിവിധ കാരണങ്ങളാൽ ദാമ്പത്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയാതെ നിൽക്കുന്ന ഞങ്ങളുടെ യുവാക്കന്മാർക്ക് ദാമ്പത്യ ജീവിതം നൽകി അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദാമ്പത്യ ജീവിതത്തിന്റെ പരിശുദ്ധിയിൽ മാതാപിതാക്കളും മക്കളും അവരുടെ പരസ്പരമുള്ള കടമകൾ നിർവഹിച്ച് കുടുംബജീവിതം തിരുക്കുടുംബത്തിന്റെ മാതൃകയിൽ പരസ്പര സ്നേഹത്തിലും വിശ്വസ്തതയിലും അംഗീകരിച്ചും ആദരിച്ചും ജീവിക്കുവാൻ കൃപ നൽകണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യുവജനത്തിന് ഏറ്റവും പ്രിയങ്കരനും ആശാ കേന്ദ്രവുമായി ഈശോയെ, സ്ഥിരമായി ജോലിയില്ലാതെ നിരാശരായി കഴിയുന്ന ഞങ്ങളുടെ യുവാക്കന്മാർക്ക് അങ്ങയുടെ ഹിതമനുസരിച്ച് ജീവിക്കുവാൻ ഒരു വഴി തുറന്നു കൊടുക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ഉറവിടമായ കർത്താവേ, ഞങ്ങളുടെ വിദ്യാർത്ഥിനികൾക്ക് പഠിക്കാനുള്ള ബുദ്ധിയും ഉത്സാഹവും നൽകി വിവേകത്തിലും വിജ്ഞാനത്തിലും വിശുദ്ധിയിലും വളർന്ന് സഭയ്ക്കും സമൂഹത്തിനും കുടുംബത്തിനും നന്മ ചെയ്ത് ജീവിക്കുവാനുള്ള വരം നൽകണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനാ നിയോഗങ്ങളെല്ലാം വിശുദ്ധ കുരിശിനോട് ചേർത്ത് വയ്ക്കാനുള്ള നിമിഷങ്ങളാണ്. ഇന്ന് ഈ ആലയത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരുപാട് പ്രാർത്ഥനകളുണ്ട്, ഒരുപാട് നിയോഗങ്ങളുണ്ട്. ജീവിതത്തിൽ വഴിമുട്ടി നിൽക്കുന്ന ഒരുപാട് മക്കളുണ്ട്. പല കാരണങ്ങളാലും വിശുദ്ധ കുരിശിൻ്റെ സംരക്ഷണം അവർക്കൊക്കെ വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഈ നിമിഷം വിശുദ്ധ കുരിശിൻ്റെ ശക്തമായിട്ടുള്ള സംരക്ഷണം നമുക്ക് നിശബ്ദമായി കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ നന്മകളുടെയും നിറകുടമായ ഈശോയെ, ഞങ്ങളുടെ ജീവിതയാത്രയിൽ കുരിശുമായി ഞങ്ങൾ മുന്നേറുമ്പോൾ തളർന്നു പോകാതിരിക്കാൻ ഞങ്ങളെ താങ്ങണമേ. ജീവിതത്തിലെ എല്ലാ കുരിശുകളും സഹനങ്ങളും സമചിത്തതയോടെ സ്വീകരിക്കുവാനും അവ ഞങ്ങളുടെ ആത്മരക്ഷയ്ക്ക് ഉപകരിക്കുന്നവയാണെന്ന് ചിന്തിച്ച് ജീവിതം നയിക്കുവാനും ഇടയാക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. ശിരസ് നമിച്ച്
കണ്ണുകൾ അടച്ച് വിശുദ്ധ കുരിശിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. മനസ്സിൽ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും കൊണ്ടുവന്ന് വിശുദ്ധ കുരിശിനെ ഏൽപ്പിച്ച് ഈ നിമിഷം പ്രാർത്ഥിക്കാം. വിശുദ്ധ കുരിശിൻ്റെ രക്ഷാകരമായ അടയാളത്താൽ സർവശക്തനായ ദൈവം ഇന്ന് ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളായ നിങ്ങളെയും വിവിധ മാധ്യമങ്ങളിലൂടെ ഈ നൊവേനയിൽ പങ്കുചേരുന്ന ഓരോരുത്തരെയും മുദ്രിതരാക്കുമാറാകട്ടെ. നിങ്ങളെല്ലാവിധ ആപത്തുകളിൽ നിന്നും, അപകടങ്ങളിൽ നിന്നും, പൈശാചിക ശക്തികളിൽ നിന്നും കാത്തു സംരക്ഷിക്കുവാൻ കാവൽ മാലാഖമാരെ അയക്കുമാറാകട്ടെ. നിങ്ങളെ ബാധിച്ചിരിക്കുന്ന രോഗങ്ങളും രോഗപീഠകളും തടസ്സങ്ങളും യേശുവിന്റെ വിശുദ്ധ കുരിശിന്റെ ശക്തിയാൽ വിട്ടുമാറിപ്പോകുമാറാകട്ടെ. എല്ലാവിധ പൈശാചിക ശക്തികളുടെ ബന്ധനങ്ങളും നാരകീയ ശക്തികളുടെ കോട്ടകളും യേശുവിന്റെ വിശുദ്ധ കുരിശിന്റെ ശക്തിയാൽ തകർന്നു പോകുമാറാകട്ടെ. നിങ്ങളുടെ ഭവനങ്ങളും ഭവനത്തിന്റെ നാലതിരുകളും വിശുദ്ധ കുരിശിന്റെ ശക്തിയാൽ മുദ്രിതമാക്കപ്പെടുമാറാകട്ടെ. നിങ്ങളുടെ തൊഴിൽ മേഖലകൾ, ബിസിനസ് മേഖലകൾ, വ്യാപാര സ്ഥാപനങ്ങൾ സാമ്പത്തിക നേട്ടത്താൽ അഭിവൃദ്ധി പ്രാപിക്കുമാറാകട്ടെ. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന നിങ്ങളെല്ലാവരെയും വിശുദ്ധ കുരിശിനാൽ ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന സർവശക്തനായ ദൈവത്തിന്റെ അനുഗ്രഹം വിശുദ്ധ കുരിശിന്റെ നൊവേനയിൽ പങ്കെടുക്കുന്ന നിങ്ങളിലും നിങ്ങളുടെ കുടുംബങ്ങളിലും നിങ്ങളുടെ ഉദ്യമങ്ങളിലും പ്രാർത്ഥനകളിലും സമൃദ്ധമായി ഉണ്ടാകുമാറാകട്ടെ. നമുക്ക് മുട്ടിന്മേൽ നിന്ന് പരിശുദ്ധ കുർബാനയുടെ ആരാധനയ്ക്കായിട്ട് ഒരുങ്ങാം. കവാടം തുറക്കും രക്ഷാകരമോസ്തേ ശത്രുവിനൊടികൾ തകർക്കവാ ശക്തിയും തുണയും പറയണം വലിയ കരുണയും വലിയ കൃപയും ഇറങ്ങുന്ന അഭിഷേകത്തിൻ്റെ നിമിഷമാണ്. ഈശോ അരുളി ചെയ്തിട്ടുണ്ടല്ലോ, അധ്വാനിക്കുന്നവരെ, ഭാരം വഹിക്കുന്നവരെ, നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. സ്നേഹം നിറഞ്ഞവരെ, ഈശോ അധ്വാനിക്കുന്നവരെയും ഭാരം വഹിക്കുന്നവരെയും മാത്രമല്ല
മുറുക്കി പിടിച്ചത്. അധ്വാനിക്കുന്നവരെ, ഭാരം വഹിക്കുന്നവരെ, രോഗികളെ, പ്രശ്നങ്ങളുള്ളവരെ, തടസ്സങ്ങളുള്ളവരെ, നിങ്ങളൊക്കെ എൻ്റെ അടുക്കൽ വരുവിൻ എന്ന് തന്നെയാണ് ഈശോ വിളിച്ചത്. നമ്മളൊക്കെ ദുഃഖിതരും രോഗികളും പ്രശ്നങ്ങളുള്ളവരും ഒക്കെയാണ്. കർത്താവ് നമ്മളെ ആശ്വസിപ്പിക്കാനായി ഈ ആരാധനയുടെ നിമിഷങ്ങളിൽ വിളിക്കുമ്പോൾ നമ്മുടെ ദുഃഖവും നമ്മുടെ തടസ്സവും നമ്മുടെ രോഗവുമൊക്കെയായി കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് ഓടിച്ചെല്ലാം. കർത്താവ് നമ്മളെ ആശ്വസിപ്പിക്കട്ടെ. അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്, പത്രോസ് ജെറൂസലേം ദൈവാലയത്തിൻ്റെ സുന്ദര കവാടമെന്ന് പറയുന്ന കവാടത്തിൽ വെച്ച് മുടന്തനായ ഒരു മനുഷ്യനെ സുഖപ്പെടുത്തുന്നതായിട്ട്. ആ മനുഷ്യൻ മുടന്തനായിരുന്നു. പത്രോസ് ആ വഴിയിലൂടെ കടന്നു പോകുമ്പോൾ അവൻ പത്രോസിന് നേരെ കരങ്ങൾ നീട്ടുന്നുണ്ട്. ആ മനുഷ്യനെ നോക്കി പത്രോസ് പറഞ്ഞത് ഇപ്രകാരമാണ്: സ്വർണമോ വെള്ളിയോ പണമോ തരാൻ എൻ്റെ കയ്യിലില്ല. കർത്താവിൻ്റെ നാമത്തിൽ നീ എഴുന്നേറ്റ് നടക്കുക. സ്വർണമോ വെള്ളിയോ പണമോ തരാനില്ല, കർത്താവിൻ്റെ നാമത്തിൽ നീ എഴുന്നേറ്റ് നടക്കുക. ആ കർത്താവിൻ്റെ നാമമാണ് ഈ ആരാധനയുടെ നിമിഷത്തിൽ നമ്മൾ വിളിച്ച് പ്രാർത്ഥിക്കാൻ പോകുന്നത്. ആ കർത്താവിൻ്റെ നാമത്തിൽ നിന്റെ രോഗം വിട്ടുപോകും, നിന്റെ തടസ്സം മാറിപ്പോകും, നിന്റെ കുടുംബത്തിലെ അസ്വസ്ഥതകൾ വിട്ടുപോകും. നീ ഇന്ന് ഏതൊക്കെ നിയോഗങ്ങൾ സമർപ്പിക്കുന്നുണ്ടോ, കർത്താവിൻ്റെ നാമത്തിൽ ചോദിച്ചു കൊള്ളുക, വിശ്വസിച്ചുകൊണ്ട് ചോദിച്ചു കൊള്ളുക. കർത്താവ് നിനക്ക് തരും. ആത്മാവിൻ്റെ അഭിഷേകം ഇറങ്ങട്ടെ. ശിഷ്യന്മാര് പേടിത്തൊണ്ടന്മാരായിരുന്നു, സഹനങ്ങൾ ഏറ്റെടുക്കാൻ പ്രയാസമുള്ളവരായിരുന്നു. സഹയോൻ ഊട്ടുശാലയിൽ പരിശുദ്ധമ്മയോടൊപ്പം ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ തീതാവുകളുടെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് ശിഷ്യന്മാരുടെ മേൽ ഇറങ്ങി വന്നപ്പോൾ ശിഷ്യന്മാരുടെ ജീവിതത്തിൽ മാറ്റങ്ങളുണ്ടായി. സഹനങ്ങൾ ഏറ്റെടുത്താണ് 11 പേരും മരിച്ചത്. രക്തസാക്ഷികളായിട്ടാണ് മരിച്ചതെന്നാണ് പാരമ്പര്യത്തിൽ, ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നത്. സ്നേഹം നിറഞ്ഞവരെ, അതേ ആത്മാവ് ഈ ജപമാല മാസത്തിൽ പരിശുദ്ധ അമ്മയോടൊപ്പം ഇരുന്ന് പ്രാർത്ഥിക്കുന്ന നമ്മുടെ മേല്, ഈ ആലയത്തിലിരുന്ന് ഈ ദിവ്യകാരുണ്യീശോയുടെ സന്നദ്ധിയിലിരുന്ന് പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മേലും ആ ആത്മാവ് തീനാവിൻ്റെ രൂപത്തിൽ സ്ലീഹന്മാരുടെ മേലിറങ്ങി വന്ന അതേ ആത്മാവ് ഇറങ്ങി വരാൻ പ്രാർത്ഥിച്ചുകൊണ്ട്, പാവനാത്മാവേ, എൻ ജീവദായകനെ, ഇറങ്ങി നീവാ, നിറഞ്ഞു നീവാ എൻ്റെ ഹൃദയത്തിൽ എന്നുള്ള ഈരടികള് നമുക്ക് അഭിഷേകത്തോടെ ഏറ്റുപാടിക്കൊണ്ട് നമുക്ക് ആത്മാവിന് വേണ്ടി ദാഹിക്കാം, ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കാം. ആത്മാവിൻ്റെ അഭിഷേകത്തിൽ നമ്മുടെ ബന്ധനം അഴിയട്ടെ, കെട്ടുകൾ അഴിയട്ടെ, രോഗങ്ങൾ വിട്ടുപോകട്ടെ. ഒരുമിച്ച് ഗായക സംഘത്തോട് ചേർന്ന് നമുക്ക് പാടാം. നമ്മുടെ മനസ്സിലുള്ള എല്ലാ ചിന്തകളും മാറിപ്പോകട്ടെ. ആത്മാവ് വന്ന് നിറയട്ടെ. നിന്റെ ഹൃദയത്തില് പാപത്തിന്റെ മേഖലകൾ വിട്ടുപോകട്ടെ. നിന്റെ ഹൃദയം കർത്താവിന് വേണ്ടി ഒന്ന് ഒരുക്കി കൊടുത്തു. ആ ഹൃദയത്തിലേക്ക് ആത്മാവിന്റെ അഭിഷേകം ഒന്ന് നിറയട്ടെ. ആത്മാവിന്റെ അഭിഷേകം നിറഞ്ഞ് നിന്റെ ഹൃദയം ഒന്ന് ജ്വലിക്കട്ടെ. ഈ ആരാധനയുടെ നിമിഷങ്ങളിൽ ആത്മാവെ
സ്തുതിച്ചുകൊണ്ട് ഈശോയെ നമുക്ക് ആരാധിക്കാം. ഇറങ്ങി നീ വാ, നമ്മുടെ കുടുംബത്തിലേക്ക് ആത്മാവിന്റെ അഭിഷേകം എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബത്തിൽ ഒരുപാട് അസ്വസ്ഥതകളില്ലേ? നമ്മുടെ പൂർവികരുടെ പാപമെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും നമ്മുടെ കുടുംബത്തെ അലട്ടുന്നില്ലേ? നമ്മുടെ കുടുംബത്തില്, നമ്മുടെ ഭവനത്തില് ഉള്ള എല്ലാ അസ്വസ്ഥതകളെയും നമുക്ക് കർത്താവിനെ ഏൽപ്പിച്ചുകൊണ്ട് ഈ നിമിഷം പ്രാർത്ഥിക്കട്ടെ. അഭിഷേകത്തോടെ വിശുദ്ധ കുരിശന്റെ സംരക്ഷണം നിന്റെ കുടുംബത്തിന്റെ 4 അതിരുകളിലേക്ക്, നിന്റെ ഭവനത്തിന്റെ 4 അതിരുകളിലേക്ക് കടന്നു വരട്ടെ. നിന്റെ ഭവനത്തിലെ ഓരോ മുറികളെയും, നിന്റെ ഭവനത്തിലെ ഓരോ വ്യക്തികളെയും ഈ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട്, പാവനാത്മാവേ ഇറങ്ങി നീവാ, നിറഞ്ഞു നീവാ എന്റെ ഭവനത്തിൽ നിന്ന് പാടിക്കൊണ്ട് നമ്മുടെ ഭവനത്തിലേക്ക്, നമ്മുടെ കുടുംബത്തിലേക്ക് ആത്മാവ് നിറയാൻ നമുക്ക് ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കാം. ആത്മാവിന്റെ അഭിഷേകം ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. ഇറങ്ങി നീവാ നമ്മുടെ ഭവനത്തിലെ അസ്വസ്ഥതകളെല്ലാം ഓർത്ത് എല്ലാം ഒന്ന് ആത്മാവിന്റെ കരങ്ങളിലേക്ക്, ഈശോയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു പാടി ഒരുമിച്ച് പാടാം. രോഗത്താൽ വേദനിക്കുന്ന ഒരുപാട് മക്കളില്ലേ? ഈ ആലയത്തില്, ഈ ആരാധനയുടെ നിമിഷങ്ങളില് കർത്താവ് എന്റെ രോഗമൊന്ന് എടുത്തു മാറ്റണേ എന്ന് പ്രാർത്ഥിക്കുന്ന എത്രയോ മക്കള്. ഈ ആരാധന വിവിധ മാധ്യമങ്ങളിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന മക്കള്, രോഗാവസ്ഥയില് സൗഖ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന മക്കളില്ലേ? എല്ലാ മക്കളെയും, രോഗികളെ എല്ലാ മക്കളുടെ മേലും സൗഖ്യം പ്രാർത്ഥിച്ചുകൊണ്ട്, പാവനാത്മാവേ എൻ ജീവദായകനെ ഇറങ്ങി നീവാ, നിറഞ്ഞു നീവാ എന്റെ രോഗത്തിലെന്ന് പാടിക്കൊണ്ട് എല്ലാ രോഗികളുടെ സൗഖ്യത്തിനു വേണ്ടി ആത്മാവിന്റെ അഭിഷേകം നമുക്ക് പ്രാർത്ഥിക്കാം. രോഗത്തെ അവൻ ശാസിച്ചു എന്ന വചനത്തിൽ നമ്മൾ വായിക്കുന്നില്ലേ? കർത്താവ് ഈ രോഗത്തെ ശാസിച്ചുകൊണ്ട്, കോവിഡ് എന്ന മഹാമാരിയെ ഈ ലോകത്തിൽ നമ്മുടെ നാട്ടിൽ നിന്ന്, നമ്മുടെ കുടുംബത്തിൽ നിന്ന് കർത്താവ് എടുത്തു മാറ്റാൻ വേണ്ടി, ശാസിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട്, എല്ലാ രോഗികളെ സുഖപ്പെടുത്തുന്നതിന് പ്രാർത്ഥിച്ചുകൊണ്ട്, എല്ലാ രോഗികളുടെയും രോഗാവസ്ഥകളെ എത്തിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി പാടാം. പറഞ്ഞവരെ, നമ്മുടെ പഠിക്കുന്ന മക്കളെ ഒന്ന് ഈശോയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ഒരുപാട് പ്രതിസന്ധികള് ഈ കോവിഡ് കാലഘട്ടത്തിലെ പഠനവുമായി നമ്മുടെ മക്കൾക്കുണ്ട്. കൃത്യമായിട്ട് പരീക്ഷ എഴുതാൻ പറ്റുന്നില്ല, കൃത്യമായിട്ട് പഠിക്കാൻ പറ്റുന്നില്ല, സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല. നമ്മുടെ മക്കളുടെ പഠന ജീവിതത്തെ, നമ്മുടെ മക്കളെ ഏറ്റവും വലിയ പ്രതീക്ഷയാണ് നമ്മുടെ മക്കള്. അവരുടെ പഠന ജീവിതം ഏറ്റവും നന്നായിട്ട് മുന്നോട്ട് പോകാൻ പ്രാർത്ഥിച്ചുകൊണ്ട്, കർത്താവിന്റെ വലിയ കൃപ നമ്മുടെ പഠിക്കുന്ന എല്ലാ മക്കളിലേക്ക് പ്രാർത്ഥിച്ചുകൊണ്ട്, ഇറങ്ങി നീവാ, നിറഞ്ഞു നീവാ എന്റെ പഠനത്തിൽ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ മക്കളുടെ പഠന ജീവിതത്തെ ഈശോയുടെ കരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം.
ജീവിതത്തിന്റെ ഓരോ മേഖലകളിലേക്ക് പറഞ്ഞു വരുന്നു. ആത്മാവിന്റെ അഭിഷേകം നമ്മൾ ഓരോരുത്തരിലെയും നിറയുന്ന അഭിഷേകത്തിന്റെ നിമിഷങ്ങളാണ്. പ്രാർത്ഥിക്കേണ്ട അഭിഷേകത്തിന്റെ നിമിഷങ്ങളാണ്. വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കേണ്ട നിമിഷങ്ങളാണ്. ഒരുപാട് പ്രാർത്ഥനാ നിയോഗങ്ങളില്ലേ? കടബാധ്യതകളുള്ള ഒരുപാട് മക്കളില്ലേ? ഈ നിമിഷം ഒന്ന് കടബാധ്യതകളിലേക്ക്, നിന്റെ കടബാധ്യതകളിലേക്ക് ആത്മാവിന്റെ അഭിഷേകം ഒന്ന് നിറയാൻ പ്രാർത്ഥിച്ച്. ഒരുപാട് തടസ്സങ്ങളുള്ള മക്കളില്ലേ? വിവാഹ തടസ്സങ്ങൾ നേരിടുന്നവര്, കുഞ്ഞുങ്ങളില്ലാത്തതിന്റെ തടസ്സങ്ങൾ നേരിടുന്നവര്, എല്ലാ മക്കളെയും ഈ നിമിഷം കർത്താവിന്റെ കരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. അഭിഷേകം നിറയട്ടെ. ഒരിക്കൽ കൂടി പാവനാത്മാവേ, എൻ ജീവദായകനെ, ഇറങ്ങി നീവാ, നിറഞ്ഞു നീവാ എൻ്റെ ഹൃദയത്തിൽ എന്നേറ്റു പാടിക്കൊണ്ട് ആത്മാവിൻ്റെ അഭിഷേകം നമ്മുടെ ഓരോ ജീവിതത്തിൻ്റെ മേഖലകളിലേക്ക് നിറയാൻ നമുക്ക് അഭിഷേകത്തോടെ പാടി പ്രാർത്ഥിക്കാം. എന്റെ ഭവനത്തിൽ കർത്താവിന്റെ മുൻപിലേക്ക് കരമുയർത്തുന്ന പ്രാർത്ഥിച്ച് മോശ ഇസ്രായേൽ ജനത്തിന് വേണ്ടി കരങ്ങളുയർത്തി പ്രാർത്ഥിച്ചതുപോലെ ഈ നിമിഷം കുടുംബത്തിന് വേണ്ടി ഒന്ന് കരമുയർത്താമോ? നിന്റെ രോഗത്തിന് വേണ്ടി ഒന്ന് കരമുയർത്താമോ? നിന്റെ മക്കൾക്ക് വേണ്ടി ഒന്ന് കരമുയർത്തി പ്രാർത്ഥിക്കാമോ? ഈശോ നിന്റെ പ്രാർത്ഥനകളെ ആത്മാവിനെ നിനക്ക് വേണ്ടി തീനാവുകളുടെ നിറക്കുന്ന നിമിഷം അഭിഷേകത്തോടെ പ്രാർത്ഥിക്കട്ടെ. നിന്റെ കുടുംബത്തിൽ എന്തെങ്കിലും ബന്ധനങ്ങളുണ്ടെങ്കിൽ ആ ബന്ധനങ്ങൾ അഴിഞ്ഞു പോയി പ്രാർത്ഥിക്കട്ടെ. നിന്റെ വേദനകളെല്ലാം എടുത്തു മാറ്റട്ടെ. പത്രോസ് പറഞ്ഞതുപോലെ കർത്താവിന്റെ നാമത്തിൽ നീ എഴുന്നേറ്റ് നടക്കുക. കർത്താവിന്റെ നാമത്തിൽ നിന്റെ കുടുംബത്തിൽ നിന്റെ ബന്ധനങ്ങൾ അഴിയട്ടെ. കർത്താവിന്റെ നാമത്തിൽ നിന്റെ രോഗങ്ങൾ വിട്ടുപോകട്ടെ. കർത്താവിന്റെ നാമത്തിൽ നിന്റെ തടസ്സങ്ങൾ വിട്ടുപോകട്ടെ. കർത്താവിന്റെ നാമത്തിൽ നിന്റെ ജീവിതത്തെ എടുക്കട്ടെ. യേശുവേ നന്ദി, യേശുവേ ആരാധന. അഭിഷേകത്തോടെ പ്രാർത്ഥിക്കട്ടെ. യേശുവേ നന്ദി. കർത്താവിന്റെ നാമത്തിൽ എല്ലാം വിട്ടുപോകട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നമുക്ക് ഒരുമിച്ച് ഈശോയ്ക്ക് സ്തുതി പറയാം. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. നമുക്ക് എഴുന്നേറ്റ് നിന്ന് വിശ്വാസത്തോടെ വിശുദ്ധ കുരിശിന്റെ ഈരടികൾ ആലപിക്കാം.